ബുദ്ധന്റെ മഹത്തായ ഉപദേശങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബുദ്ധന്റെ ആഴമേറിയ തത്വങ്ങളായ ത്രിലക്ഷണങ്ങളെയും ദ്വാദശ നിദാന ചക്രത്തെയും കുറിച്ച് അറിയാൻ പോകുന്നു. ത്രിലക്ഷണങ്ങൾ പ്രപഞ്ച സത്യങ്ങളാണ്. അവ മൂന്നെണ്ണമാണ്. ഒന്ന്, അനിത്യം അഥവാ അനിച്ഛ. ലോകത്തിലെ സകലതും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പൂവ് വിടരുന്നതുപോലെ, വാടിപ്പോകുന്നതുപോലെ, ഒരു നദി ഒഴുകുന്നതുപോലെ. ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല. കാലം എല്ലാത്തിനെയും മാറ്റിമറിക്കും. രണ്ട്, ദുഃഖം. ഈ മാറ്റത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദുരിതമുണ്ടാകുന്നു. സന്തോഷങ്ങൾ ക്ഷണികമാണ്. അതുകൊണ്ട് താൽക്കാലികമായ ഒന്നിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നിരാശയും ദുഃഖവും ഉണ്ടാകുന്നു. എല്ലാം അനിശ്ചിതത്വത്തിലുള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ തൃപ്തി നേടാൻ കഴിയില്ല. മൂന്ന്, അനാത്മൻ അഥവാ അനത്ത. നമ്മൾ ഞാൻ, എൻ്റേത് എന്ന് വിളിക്കുന്ന യാതൊന്നും നിലനിൽക്കുന്നില്ല. ശരീരം, വികാരങ്ങൾ, ചിന്തകൾ എന്നിവയെല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മ മാത്രമാണ് ഈ വ്യക്തിത്വം. ഈ അഹംഭാവം ഒരു മിഥ്യയാണ്. ഇനി ദുഃഖചക്രത്തിൻ്റെ അടിസ്ഥാന കാരണം പരിശോധിക്കാം. ദ്വാദശ നിദാനം അഥവാ 12 കണ്ണികൾ. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി അവിദ്യ അഥവാ അജ്ഞത, സത്യത്തെ അറിയാത്ത അവസ്ഥ. ഇത് ഇരുട്ടിൽ തടഞ്ഞു നടക്കുന്നതുപോലെയാണ്. അവിദ്യയിൽ നിന്ന് സംസ്കാരം അഥവാ കർമ്മരൂപീകരണം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ശേഖരമാണ്. സംസ്കാരത്തിൽ നിന്ന് വിജ്ഞാനം അഥവാ ബോധം ഉണ്ടാകുന്നു. ലോകത്തെ അറിയാനുള്ള ആദ്യത്തെ തിരുനാളം. വിജ്ഞാനത്തിൽ നിന്ന് നാമരൂപം അഥവാ മനസ്സും ശരീരവും ഉണ്ടാകുന്നു. മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതിൽ നിന്നുണ്ടാകുന്നത് ഷഡായതനം അഥവാ 6 ഇന്ദ്രിയങ്ങൾ: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ശരീരം, മനസ്സ് എന്നിവയാണ് ലോകത്തെ അറിയാനുള്ള കവാടങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളും ബാഹ്യവസ്തുക്കളും തമ്മിൽ സ്പർശം അഥവാ ഫസ ഉണ്ടാകുമ്പോൾ വേദനം അഥവാ വികാരമുണ്ടാകുന്നു. സുഖകരമായ, ദുഃഖകരമായ അഥവാ നിഷ്പക്ഷമായ അനുഭവങ്ങളാണിവ. വേദനയിൽ നിന്ന് തൃഷ്ണ അഥവാ ആഗ്രഹം ഉണ്ടാകുന്നു. സുഖകരമായവയെ പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ആഗ്രഹം. തൃഷ്ണയിൽ നിന്ന് ഉപാദാനം അഥവാ മുറുകെ പിടിക്കൽ ഉണ്ടാകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നവയെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഉപാദാനത്തിൽ നിന്ന് ഭവം അഥവാ ഭവചക്രത്തിൽ ആകർഷിക്കപ്പെടൽ ഉണ്ടാകുന്നു. അടുത്ത ജന്മത്തിലേക്ക് വിത്തുകൾ പാകുന്നു. ഭവത്തിൽ നിന്ന് ജാതി അഥവാ ജനനം ഉണ്ടാകുന്നു. പുതിയ ശരീരം, പുതിയ തുടക്കം. ജനനത്തിൽ നിന്ന് ജരാമരണം സംഭവിക്കുന്നു. ദുഃഖചക്രം പൂർണ്ണമാകുന്നു. ഈ ചക്രം ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നു. ഒരു കണ്ണി അടുത്ത കണ്ണിക്ക് കാരണമാകുന്നു. അവിദ്യയെ ഇല്ലാതാക്കിയാൽ ഈ ചക്രം തകർക്കാൻ കഴിയും. അതാണ് ബുദ്ധന്റെ ഉപദേശം. ഇത് ഒരു സൈദ്ധാന്തിക ജ്ഞാനം മാത്രമല്ല, പ്രായോഗികമായ മാർഗമാണ്. ധ്യാനമാണ് ഈ ജ്ഞാനം നേടാനുള്ള പ്രധാന വഴി. വിപസ്സന, വിദർശനം, ധ്യാനം, വസ്തുതകളെ വ്യക്തതയോടെ കാണാനുള്ള പരിശീലനം, ശമഥം, സമാധാനം, മനസ്സിനെ ഒരിടത്ത് ശാന്തമായി നിർത്താനുള്ള കഴിവ്. ഈ 2 ധ്യാനങ്ങളും നമ്മെ സത്യത്തിലേക്ക് നയിക്കും. നമ്മുടെ ധാർമ്മിക പരിശീലനത്തിൻ്റെ അടിത്തറയാണ് മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ അഥവാ 4 ബ്രഹ്മവിഹാരങ്ങൾ. എല്ലാ ജീവികളോടും സ്നേഹവും അവരുടെ ദുരിതത്തിൽ പങ്കുചേരാനുള്ള മനസ്സുമാണ് ഇവ. ബുദ്ധന്റെ ജീവിതത്തിലെ 4 പ്രധാന സംഭവങ്ങൾ ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയാണ്. മായാദേവിയുടെ സ്വപ്നത്തിലെ ജനനം, ബോധോദയം, ധർമ്മചക്രം തിരിച്ച ഉപദേശം, മഹാപരിനിർവാണം. ഈ ഉപദേശങ്ങളെല്ലാം ചേർന്നാണ് പാരമിതകൾ അഥവാ ദശപാരമിതകൾ രൂപം കൊള്ളുന്നത്. ദാനം, ശീലം, പ്രജ്ഞ, വീര്യം പോലുള്ള 10 പൂർണ്ണതകൾ. അവസാനമായി നിർവാണം, ദുഃഖമില്ലാത്ത ശാശ്വത സമാധാനത്തിൻ്റെ അവസ്ഥ. ബുദ്ധൻ പഠിപ്പിച്ചു, ആതദീപാഭവ, അതായത് സ്വയം ഒരു ദീപമായി പ്രകാശിക്കുക. കൂട്ടായ പരിശ്രമത്തിലൂടെ ധർമ്മത്തെ ശക്തിപ്പെടുത്താം.
ഈ ആത്മീയപാതയിൽ നമ്മോടൊപ്പം തുടരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർവാണം നിർവാണം നിർവാണം.